Hi, we have been talking about stars. Let's continue that discussion. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ലൈഫ് ടൈംസ് ഓഫ് മെയിൻ സീക്വൻസ് സ്റ്റാർസ്. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് ലൈഫ് ടൈംസ് ഓഫ് മെയിൻ സീക്വൻസ് സ്റ്റാർസ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട് സ്റ്റാർ എങ്ങനെയാണ് ഫോം ചെയ്തത്, അത് മെയിൻ സീക്വൻസിലേക്ക് എത്തുന്ന വരെ അതിന്റെ ഇവല്യൂഷണറി ഹിസ്റ്ററിയിൽ മെയിൻ സീക്വൻസിൽ സ്റ്റാർ ആയി മാറുന്ന വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. വി ഹാവ് ഡിസ്കസ് ഡിഫറെന്റ് ഫേസസ് ഇൻവോൾവ്ഡ് ആൻഡ് ഹൗ ദിസ് ഹാപ്പൻസ്. ഓക്കെ, നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. നമ്മൾ കണ്ടു മെയിൻ സീക്വൻസ് സ്റ്റാർസ് എല്ലാം തന്നെ ഹൈഡ്രജൻ ബേണിംഗ് സ്റ്റാർസ് ആണ്. അതായത് അവിടെ ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറ്റുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്. ആ പ്രോസസ്സിലൂടെയാണ് സ്റ്റാർ ഷൈൻ ചെയ്യുന്നത്, ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ ദ എനർജി ഔട്ട്പുട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അങ്ങനെയാണ് ലൂമിനസ് ആണ്, സ്റ്റാർസ് ലൂമിനസ് ആണ്. അതായത് ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറുന്ന പ്രോസസ്സിലൂടെ. ഇത് മെയിൻ സീക്വൻസ് സ്റ്റാർസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രോജൻ ബേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ഹൈഡ്രോജൻ ബേണിംഗ്. ഓക്കെ, കോർ ഹൈഡ്രോജൻ ബേണിംഗ്. ദിസ് ഇസ് കോർ ഹൈഡ്രോജൻ ബേണിംഗ്. ഓക്കെ, കോർ ഹൈഡ്രോജൻ ബേണിംഗ് എന്ന് പറയാൻ കാരണം ദിസ് പ്രോസസ് ഇസ് ഹാപ്പനിങ് ഓൺലി ഇൻ ദ കോർ, ഇൻസൈഡ് ദ കോർ. സ്റ്റാറിന്റെ കോറിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. റൈറ്റ്, നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇതൊരു ചെറിയ റീജിയൻ, മൊത്തം സ്റ്റാർ എടുത്ത് നോക്കണേ അതിന്റെ ചെറിയ റീജിയൻ ആണ് കോർ. അവിടെ മാത്രമേ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാൻ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. അതുപോലെ ഈ മാസിലുള്ളതിന്റെ ഡിപ്പെൻഡൻസ്, നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസിന്റെ ലൈഫ് ടൈംസ് നോക്കുകയാണെങ്കിൽ വി സീ ദാറ്റ് മോർ മാസീവ് സ്റ്റാർസ് ഡൈ സൂണർ. ഡൈ സൂണർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫ്യൂവൽ വേഗം തന്നെ തീർന്നു പോകുന്ന അവസ്ഥ. റൈറ്റ്, സോ ഈ സ്റ്റാർ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ദർ ഷുഡ് ബി സം പ്രോസസ് ഗോയിങ് ഓൺ. ഓക്കെ, ഫ്യൂവൽ ഈ കേസിൽ ഹൈഡ്രോജൻ ആണ്. ഈ ഹൈഡ്രോജൻ അതുപോലെയുള്ള വേറെ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ, ന്യൂക്ലിയർ ഫ്യൂഷന് അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ തീർന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ അതിന്റെ ലൈഫ് ടൈം അവസാനിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന കാര്യം, സ്റ്റാർസ് വിത്ത് സ്മോളർ മാസസ് ലിവ് ലോങ്ങർ. ഓക്കെ, അതായത് മാസ് കൂടുതലാണെങ്കിൽ എല്ലാം കൂടുതൽ വേഗത്തിൽ നടക്കുന്ന പറഞ്ഞു. മാസ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ കൂടുതലായിരിക്കും. ഈ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷനെ കൗണ്ടർ ബാലൻസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷന്റെ റേറ്റും കൂടുതലായിരിക്കും. ന്യൂക്ലിയർ ഫ്യൂഷന്റെ റേറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രോജൻ വേഗം തന്നെ ഹീലിയമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ കാണാം, മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ഹ്യൂജ് ഡിക്രീസ് ഇൻ ദ ലൈഫ് ടൈം. അത് മെയിൻ സീക്വൻസിൽ എത്ര കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മെയിൻ സീക്വൻസിൽ എത്ര കാലം ചെലവഴിക്കുന്നുള്ളത് അതിന്റെ മാസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസ് മാസ് ഇൻക്രീസസ് യു സീ ദാറ്റ് ദ ടൈം ദേ സ്പെൻഡ് ഓൺ ദ മെയിൻ സീക്വൻസ് ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി. ഓക്കെ, സോ വെൻ മാസ് ഇസ് ഗ്രേറ്റ് everything happens faster. You can also note that high mass stars are extremely bright. Okay, കാരണം ന്യൂക്ലിയർ ഫ്യൂഷന്റെ റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ബ്രൈറ്റ് ആയിരിക്കും. Because high mass stars use up their fuel hydrogen at a faster rate. Okay, this will in turn reduce their lifetime. For example, നമ്മൾ O type stars എടുക്കുക, നമ്മൾ സ്റ്റാറിന്റെ ക്ലാസിഫിക്കേഷനിലുള്ള O type stars എടുക്കുകയാണെങ്കിൽ അത് M type സ്റ്റാർസിനേക്കാളും മാസീവ് ആണ്. അതുകൊണ്ട് തന്നെ O type stars എന്ന് പറയുന്നത് കൂടുതൽ ലൂമിനസും ആണ്, അതിന്റെ ലൈഫ് ടൈം കുറവുമാണ്. M type സ്റ്റാർസിനെ അപേക്ഷിച്ച് O type സ്റ്റാർസിന്റെ ലൂമിനോസിറ്റി കൂടുതലാണ്, ലൈഫ് ടൈം കുറവാണ്. ഈ മെയിൻ സീക്വൻസ് സ്റ്റാർ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് റെഡ് ജയന്റ് സ്റ്റാർ എന്ന് പറയുന്നത്. മെയിൻ സീക്വൻസിലുള്ള സ്റ്റാർസ് അല്ല റെഡ് ജയന്റ് സ്റ്റാർസ്. നമ്മൾ മുൻപ് HR ഡയഗ്രം കണ്ടപ്പോൾ അതിന്റെ ടോപ്പ് റൈറ്റ് കോർണർ ആ റീജിയനിലാണ് റെഡ് ജയന്റ്സ് അല്ലെ സൂപ്പർ ജയന്റ്സ് ഇതൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. ഓക്കെ, ഈ റെഡ് ജയന്റ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ മെയിൻ സീക്വൻസ് സ്റ്റാറിലുള്ള കോർ ഹൈഡ്രോജൻ ബേണിംഗ് കഴിയുമ്പോൾ, കോറിലുള്ള ഹൈഡ്രോജൻ മുഴുവൻ ഹീലിയമായിട്ട് മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജ് ആണ് റെഡ് ജയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. So when stars are in the main sequence, they use up their hydrogen fuel and converting it into helium, and it produces a huge amount of energy. Okay, this will go on occurring for millions and millions of years. There's a large supply, a huge supply of hydrogen. Okay, when all the hydrogen has been used up in the core ഉള്ള ഹൈഡ്രോജൻ മുഴുവൻ ഉപയോഗിച്ച് ഹീലിയം ആയിട്ട് മാറി കഴിയുമ്പോൾ ഈ കോറിലുള്ള എനർജി പ്രൊഡക്ഷൻ നിൽക്കും. Okay, and what happens at this time? The star ഈ കോറിലുള്ള എനർജി പ്രൊഡക്ഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ, സീസ് ചെയ്യുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് വീണ്ടും സംഭവിക്കും. അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് ടു കോൺട്രാക്ട് ഗ്രാവിറ്റേഷനലി. അപ്പോൾ ഈ സ്റ്റേജിൽ ഗ്രാവിറ്റേഷണൽ എനർജി ഇതിന്റെ തെർമൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അതായത് ഗ്രാവിറ്റേഷണൽ എനർജി നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു കല്ല് വീഴുകയാണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് കാരണം ഈ ഗ്രാവിറ്റേഷണൽ എനർജി ഇതിന്റെ തെർമൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, നമുക്കറിയാം ടെമ്പറേച്ചർ thermal energy എന്നൊക്കെ പറയുന്നത് it's energy of atoms in motion, right? It's because of the movement of atoms. You might be familiar with these things. So now what happens? Coral energy production ഇല്ലാത്തതുകൊണ്ട് it will start to cool down. So the pressure decreases. Okay, when it starts to cool down, the outward pressure decreases,
and the outer layers of the star will begin to compress the inner core by its weight. അപ്പോൾ ഇവിടെ ഈ ഔട്ട്വേർഡ് പ്രഷർ ഇല്ലാതാവുമ്പോൾ നമുക്കറിയാം ഈ കോർ എന്ന് പറയുന്ന ചെറിയ റീജിയൻ ആണ്. അപ്പോൾ അതിന്റെ പുറത്തുള്ള റീജിയനിലുള്ള മാസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കംപ്രസ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു വെയ് ഓൺ ദ കോർ. അതിന്റെ വെയിറ്റ് കാരണമുള്ള കംപ്രഷൻ, അതിന്റെ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇത് കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ ഇൻ ദ കോർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ ദർ ഇസ് ഹീറ്റ് ഫ്ലോയിങ് ഔട്ട്സൈഡ് ഫ്രം ദ കോർ. ഓക്കെ, ഇപ്പോൾ ഈ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ടൊന്നുമല്ല, പ്യൂർലി ഈ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ്. ഓക്കെ, അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ എനർജി ഇൻ ടു തെർമൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റിംഗ് അപ്പ് കാരണമുള്ള എനർജി പുറത്തേക്ക് എത്തും. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ്, the hydrogen layers surrounding the core, നമുക്കറിയാം നമ്മൾ initially core ആണ് പറഞ്ഞത്. Okay, so now because of gravitational contraction there is a conversion of gravitational energy into thermal energy. This thermal energy will heat up a layer around the core. കോറിന് ചുറ്റുള്ള ലെയറിനെ ഹീറ്റ് അപ്പ് ചെയ്യും. അപ്പോൾ കോറിന് ചുറ്റുള്ള ലെയർ ഹീറ്റ് അപ്പ് ചെയ്യും. നമ്മൾ ഷെൽ എന്നാണ് പറയുന്നത്. കുറച്ച് റീജിയനിൽ മാത്രമേ ഹീറ്റ് അപ്പ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദിസ് യു കോൾ ഇറ്റ് ആസ് എ ഷെൽ, ആൻഡ് ദെൻ when it's sufficiently heated up, the hydrogen burning starts again. Okay, nuclear fusion starts again. ഇപ്പോൾ കോറിലല്ല ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത്. കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിച്ചു. കോറിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഷെല്ലിലാണ്, അല്ലെങ്കിൽ ഷെൽ ഓഫ് ഹൈഡ്രജനിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഷെൽ ഹൈഡ്രജൻ ബേണിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞ കോർ ഹൈഡ്രജൻ ബേണിംഗ് ആണ്. ദിസ് ഇസ് ഷെൽ ഹൈഡ്രജൻ ബേണിംഗ്. ഓക്കെ, അപ്പൊ ഈ കോർ എന്ന് പറയുന്നത് ഇപ്പോൾ ഹീലിയം റിച്ച് ആണ്, കാരണം കോറിലുള്ള ഹൈഡ്രജൻ മുഴുവൻ ഹീലിയം ആയിട്ട് മാറും. സോ ഇറ്റ്സ് ഹീലിയം റിച്ച്. Okay, but shell is hydrogen rich. Okay, shell and surrounding regions ഒക്കെ hydrogen rich ആണ്. Okay, ഈ ഷെൽ വളരെ തിൻ ആയിട്ടുള്ള ഷെല്ലാണ്. നമ്മളിപ്പോൾ അതിന്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഈ ഹീലിയം റിച്ച് കോർ ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ദർ ഇസ് എ തിൻ ഷെൽ ഓഫ് ഹൈഡ്രോജൻ. ഓക്കെ, ഹൈഡ്രോജൻ ബേണിംഗ് നടക്കുന്ന ഒരു തിൻ ആയിട്ടുള്ള ഷെല്ലാണ്. ഓക്കെ, ആൻഡ് ദ ഔട്ടർ ലേയേഴ്സ് ആർ ഓൾസോ ഹൈഡ്രോജൻ റിച്ച്. സോ ദിസ് ഇസ് എ സ്റ്റാർ വിത്ത് ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ്. അതായത് കോറിലുള്ള ഹൈഡ്രോജൻ ഡിപ്ലീറ്റ് ആയി കഴിയുമ്പോഴുള്ള സ്റ്റേജ് ആണ് ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ സൂര്യനെ പോലെയുള്ള മാസ്, സോളാർ മാസിനോട് അടുത്തുള്ള മാസുള്ള സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രോജൻ കൺസ്യൂമിങ് ഷെൽ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒരു കോറിലുള്ള ഹീലിയം അല്ല ഹൈഡ്രോജൻ മുഴുവൻ ഹീലിയം ആയിട്ട് മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ താമസം ഉണ്ടാവില്ല. ഔട്ട്പുട്ട് എനർജി ഏകദേശം കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഈ പ്രോസസ്സിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിലും സോളാർ മാസിന്റെ റേഞ്ചിലുള്ള മാസുള്ള സ്റ്റാർസിൽ ഇത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കൂടുതൽ മാസീവ് സ്റ്റാർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് the time interval to change from core nuclear fusion to the shell hydrogen burning, all right, it can be of the order of 1000 to million years. Okay, it can take 1000 to million years. Okay, അതായത് there will be a stage where the energy output is low and then the energy output will increase again after 1000 to million years. Okay, that's a huge time. The new supply of energy, ഈ ഷെൽ ഹൈഡ്രോജൻ ബേണിംഗിൽ നിന്നുള്ള പുതിയ സപ്ലൈ ഓഫ് എനർജി ആൻഡ് ഹീറ്റ്, ഓക്കെ, further increase the rate of shell hydrogen burning. Okay, അതായത് ഈ ഹീറ്റ് കാരണം നമുക്ക് ഷെല്ലിലുള്ള ഹൈഡ്രോജൻ ബേണിംഗ് കാരണം ഇവിടെയുള്ള ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ കൂടുതൽ വേഗത്തിൽ നടക്കും. Right, so you see that the rate of shell hydrogen burning increases, okay, because of this energy production. അപ്പോൾ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് നമുക്കറിയാം ഹൈഡ്രോജൻ ബേണിംഗ് കാരണം ഉണ്ടാകുന്ന ഹീലിയം ആണ്. സോ ഹീലിയം ഇതിന്റെ കോറിലേക്ക് എന്താണ് ഗ്രാവിറ്റേഷനലി കൊളാപ്സ് ചെയ്യും. So the byproduct of hydrogen fusion, which is helium, falls into the core, which is already rich in helium. Core already helium rich ആണ്. ഈ byproduct, ഈ ഷെൽ ഹൈഡ്രോജൻ ബേണിംഗ് കാരണം ഉണ്ടാകുന്ന byproductഉം ഈ കോറിലേക്ക് തന്നെയാണ് വീഴുന്നത്. Okay, so because of this it heats up the core, okay, and the core again contracts. ഈ കോറിന്റെ മാസ് കൂടുകയാണ്. So core again contracts. The core compression results in increase of temperature about 15 million to 100 million Kelvin. Okay, അപ്പോൾ ഈ പ്രോസസ്സിൽ കോറിന്റെ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. Right, initially കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ കഴിഞ്ഞു, but now the temperature of the core is also increasing due to the shell hydrogen burning, okay, and the falling in of helium. ഈ സ്റ്റേജിൽ ഉള്ളത് ഒരു കോൺട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഇന്നർ കോർ ഉണ്ട്. there is a contracting inner core and there is an increased flow of heat and an ever expanding shell of hydrogen burning. ഈ ബേൺ ചെയ്യുന്ന ഹൈഡ്രോജന്റെ ഷെല്ല് തിക്കായി വരികയാണ്, കാരണം കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്ന സമയത്ത് more and more hydrogen
burning will take place. All right, so this shell is expanding. The hydrogen burning region is actually expanding, and so the star luminosity increases quite substantially. Main sequence lifetime കഴിയുമ്പോഴും ഈ സ്റ്റാറിന്റെ luminosity increase ചെയ്യുന്നുണ്ട്. Increased temperature inner core increases the pressure. അപ്പോൾ inner core എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ടോ, right? The temperature increases, the pressure increases, okay, and there's heat produced, so the outer layer of the star expands, okay, it becomes huge. The star becomes huge. ഈ പ്രഷറിന്റെ ഇൻക്രീസ് കാരണം ഈ ഔട്ടർ ലെയർ വലുതാവും. സോ സ്റ്റാർ ആക്ച്വലി ഗ്രോസ്, or a star becomes big, right? It becomes many times their original radius. Okay, that's why we get giants, okay, huge stars. The tremendous expansion of outer layers make it cool. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂളിംഗ് നടക്കും. The temperature comes to about 3500 Kelvin. It comes down to about 3500 Kelvin. So the outer layer seems to be in red color. നമുക്കറിയാം ഈ കളറും ടെമ്പറേച്ചറും തമ്മിൽ, സർഫസ് ടെമ്പറേച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ it goes towards the red part of the spectrum. If the temperature is huge, it goes to the blue part of the spectrum. We have seen these things. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ റെഡ് കളറിലുള്ള ജയന്റ് സ്റ്റാറിനെയാണ് നമ്മൾ റെഡ് ജയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെഡ് കളർ എന്തുകൊണ്ടാണ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ജയന്റ് ആകുന്നതെന്ന് പറഞ്ഞു. റൈറ്റ്, സോ ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് റെഡ് ജയന്റ് സ്റ്റാർ. ഇപ്പൊ റെഡ് ജയന്റ് സ്റ്റാർസിനെ പലതിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. Okay. All right. So according to present knowledge, okay, based on our theoretical models and observations, we believe that the stars with a mass greater than or equal to Sun, solar mass in equal അതിനേക്കാളും കൂടുതൽ മാസ് ഉള്ളതായിട്ടുള്ള സ്റ്റാർസ് റെഡ് ജയന്റ് സ്റ്റേജിലേക്ക് എത്തും. Eventually they will evolve to the red giant stage. It will become a red giant star. Okay. This means that one day our sun will become a red giant and large enough to swallow up Mercury and Venus. കാരണം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ റെഡ് ജയന്റ് സ്റ്റേജിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ swallow Mercury and Venus. It will become so huge. അപ്പൊ അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ട HR ഡയഗ്രം, സ്പെഷ്യൽ HR ഡയഗ്രം കണ്ടു. അത് മെയിൻ സീക്വൻസിലേക്കുള്ള ഇവല്യൂഷൻ ആയിരുന്നു. ഇത് മെയിൻ സീക്വൻസിൽ നിന്നുള്ള ഇവല്യൂഷൻ ആണ്. റൈറ്റ്, സ്റ്റാർ ഇവോൾവ്സ് ഫ്രം മെയിൻ സീക്വൻസ് സ്റ്റാർ ടു എ റെഡ് ജയന്റ്. അതായത് ഒരു സോളാർ മാസിനേക്കാളും കൂടുതലുള്ള സ്റ്റാർസ്, റൈറ്റ്, ഇത് റെഡ് ജയന്റ് സ്റ്റേജിലേക്ക് ഇവോൾവ് ചെയ്യുന്നു. റൈറ്റ്, ഇവല്യൂഷണറി ട്രാക്സ് ആണ്, തിയററ്റിക്കൽ മോഡൽസ് ബേസ് ചെയ്തിട്ടുള്ള ഇവല്യൂഷണറി ട്രാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Right, you see that it goes to the top right corner of the HR diagram. നമ്മൾ full HR diagram എടുക്കുകയാണെങ്കിൽ അതിന്റെ top right cornerലേക്കാണ്. You also see that the temperature, surface temperature is decreasing considerably. അതായത് മെയിൻ സീക്വൻസിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താണ് വന്നത്. Now the temperature decreases, right? It decreases continuously to evolve towards the red giant state. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള കാര്യമാണ് സ്റ്റാറിന്റെ ഇവല്യൂഷൻ. അത് HR ഡയഗ്രത്തിലുള്ള സ്റ്റാറിന്റെ ഇവല്യൂഷൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടതാണ്. ഇത് മെയിൻ സീക്വൻസിൽ നിന്നുള്ള അതിന്റെ ഇവല്യൂഷൻ, അത് ഹൈഡ്രജൻ ബേണിംഗ് ഒക്കെ കഴിഞ്ഞുള്ള അതിന്റെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. റൈറ്റ്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ് കാണാൻ കഴിയുക. അതായത് സണ്ണിനേക്കാളും മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് നോക്കുമ്പോൾ ഈ ലൈൻസ്, റൈറ്റ്, ഈ ലൈൻസ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, റൈറ്റ്, ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ലൂമിനോസിറ്റി റിമെയിൻസ് ദ സെയിം. റൈറ്റ്, അപ്പൊ അങ്ങനെ ഈ HR ഡയഗ്രത്തിലുള്ള ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ ലൂമിനോസിറ്റിയുടെയും ടെമ്പറേച്ചറിന്റെ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ, there are certain areas which correspond to an unstable region. അൺസ്റ്റേബിൾ റീജിയൻ കറസ്പോണ്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെ ആ റീജിയനുള്ള സ്റ്റാർസിന് സൈസിൽ ഓസിലേഷൻസ് ഉണ്ടാവും, സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും. റൈറ്റ്, അപ്പൊ അതിന്റെ ഈ സൈസിലുള്ള മാറ്റം ഓൾട്ടർനേറ്റീവ്ലി ഷ്രിങ്കിങ് ആൻഡ് എക്സ്പാൻഡിങ്, ഒരു ഓസിലേഷൻ, സൈസിന്റെ മാറ്റം, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. സൈസ് ഓസിലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ ബ്രൈറ്റ്നെസ്സിലും മാറ്റം ഉണ്ടാവും. ഓക്കെ, അത് ബ്രൈറ്റ്നെസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം സ്റ്റാർസിനാണ് നമ്മൾ പൾസേറ്റിംഗ് വേരിയബിൾ സ്റ്റാർസ് എന്ന് പറയുന്നത്, അല്ലെ പൾസേറ്റിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, പല ക്ലാസ് ഓഫ് പൾസേറ്റിംഗ് വേരിയബിൾ സ്റ്റാർസ് ഉണ്ട്. സെഫീഡ് വേരിയബിൾസ്, RR ലെയർ സ്റ്റാർസ്, അങ്ങനെ. ഈ സെഫീഡ് വേരിയബിൾസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടതാണ്. സെഫീഡ് വേരിയബിൾസ് ഒക്കെ ഡിസ്റ്റൻസ് മെഷർമെന്റ്, ഡിസ്റ്റന്റ് ഗാലക്സീസിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അവിടെയുള്ള സെഫീഡ് വേരിയബിൾ സ്റ്റാർസിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ സെഫീഡ് വേരിയബിൾ സ്റ്റാർസിന്റെ ലൂമിനോസിറ്റിയും ഇതിന്റെ ഈ ബ്രൈറ്റ്നെസിന്റെ മാറ്റത്തിലുള്ള പീരിയഡും, ബ്രൈറ്റ്നെസിന്റെ ഓസിലേഷൻ പീരിയഡും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ പീരിയഡ് മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലൂമിനോസിറ്റി കണക്കാക്കാം. പീരിയഡിൽ നമുക്ക് ലൂമിനോസിറ്റി മനസ്സിലാക്കാം. ലൂമിനോസിറ്റിയും ബ്രൈറ്റ്നെസ് അറിയുകയാണെങ്കിൽ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. റൈറ്റ്, അപ്പോൾ ഈ സെഫീഡ് വേരിയബിൾസ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള കൺഫ്യൂഷൻ, ഈ
പൾസേറ്റിംഗ് സ്റ്റാർസ് എന്നുള്ളതിനെ പൾസർ എന്ന് പറയുന്ന സാധനമായിട്ട് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് തന്നെ സേതുമാധവൻ, ഡോക്ടർ സേതുമാധവൻ എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ പൾസേറ്റിംഗ് സ്റ്റാർസ് എന്നുള്ളതിന്റെ ഒപ്പം ബ്രാക്കറ്റിൽ പൾസാർ എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ്? പക്ഷെ ഇത് രണ്ടും വേറെ വേറെ തരം ഒബ്ജക്ട്സ് ആണ്. ഈ പൾസാർ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ന്യൂട്രോൺ സ്റ്റാർസ് ആണ്. പൾസാർസ് ആർ ഓൾവേസ് ന്യൂട്രോൺ സ്റ്റാർസ്. പക്ഷെ ഇത് ന്യൂട്രോൺ സ്റ്റാർസ് അല്ല. നമ്മൾ ഈ പറയുന്ന പൾസേറ്റിംഗ് സ്റ്റാർസ് പറയുന്നത് ന്യൂട്രോൺ സ്റ്റാർസ് അല്ല. ഓക്കെ, അതുപോലെ അതിന്റെ ഈ പൾസേഴ്സ് എന്ന് പറയുന്ന പൾസേഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പൾസേഴ്സ്, പൾസേറ്റിംഗ് റേഡിയോ സോഴ്സസ് എന്നാണ്. പൾസേറ്റിംഗ് റേഡിയോ സോഴ്സസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് പൾസേറ്റിംഗ് സ്റ്റാർസ് ആണ്. സോ യു ഷുഡന്റ് കൺഫ്യൂസ് ഇറ്റ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗം വേറെ എവിടെന്നെങ്കിലും പഠിക്കുന്നതായിരിക്കും നല്ലത്. റൈറ്റ്? സോ അതിന്റെ കാരണം ഈ പൾസേറ്റിംഗ് സ്റ്റാർസും പൾസേഴ്സും തമ്മിൽ മിക്സ് ചെയ്താണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്ഥലത്തും പൾസേറ്റിംഗ് സ്റ്റാർസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്ഥലത്ത് പൾസേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പൾസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് പൾസേറ്റിംഗ് സ്റ്റാർസിനെ കുറിച്ച് അങ്ങനെ മിക്സപ്പ് ചെയ്താണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ദിസ്. ഓക്കെ ഓക്കെ നമ്മൾ HR ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഓഫ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് ആണ്. റൈറ്റ്? അല്ലെങ്കിൽ സ്ട്രിപ്പ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, അത് ഇതാണ്. ഈ ഒരു റീജിയണിൽ വരുന്ന സ്റ്റാർസ് ആണ് ഈ പൾസേറ്റിംഗ് സ്റ്റാർസ്. ഈ റീജിയണിൽ വരുന്ന സ്റ്റാർസ് ആണ് പൾസേറ്റിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പൊ ഇതിൽ തന്നെ സെഫീഡ് വേരിയബിൾ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിപ്പിലാണ്. അതുപോലെ RR ലെയർ സ്റ്റാർസ് ഇവിടെ ഉള്ളത്. ഇത് ലോങ് പീരിയഡ് വേരിയബിൾ സ്റ്റാർസ്. അതായത് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റീജിയണിലാണ് ഈ പൾസേറ്റിംഗ് സ്റ്റാർസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കാരണം നമ്മൾ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ നമ്മൾ കാണും. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വൈ ഡു സ്റ്റാർസ് പൾസേറ്റ്? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യുക ഒരു പക്ഷേ ഇതിന്റെ എനർജി പ്രൊഡക്ഷൻ ഉള്ള വേരിയേഷൻ കൊണ്ടാണ്. കാരണം എനർജി പ്രൊഡക്ഷനിൽ വേരിയേഷൻ, എനർജി പ്രൊഡക്ഷൻ പൾസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, എനർജി പ്രൊഡക്ഷൻ വേരിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബ്രൈറ്റ്നെസ്സിലുള്ള വേരിയേഷൻ കാണാൻ കഴിയും. റൈറ്റ്? പക്ഷേ ഈ ഒരു ഹൈപ്പോത്തസിസ് കറക്റ്റ് അല്ല. റൈറ്റ്? പീപ്പിൾ ഫസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ്സ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ എനർജി പ്രൊഡക്ഷൻ. പക്ഷെ നമ്മൾ പൾസേറ്റിംഗ് സ്റ്റാർ എടുത്ത് നോക്കുകയാണെങ്കിൽ എനർജി പ്രൊഡക്ഷൻ അല്ല, റേറ്റ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ സൈസ്. ചേഞ്ച് ഇൻ സൈസ്. അപ്പൊ ചേഞ്ച് ഇൻ സൈസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എനർജി ഉണ്ടാകുന്നതിന്റെ വ്യത്യാസമല്ല, പകരം എനർജി അത് ഏത് റേറ്റിലാണ് സ്റ്റാറിന്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് എന്നതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്, റൈറ്റ്? ബട്ട് എനർജി ഡസ് നോട്ട് എസ്കേപ്പ് ഫ്രം ദ സ്റ്റാർ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഒരു സ്റ്റാർ നോക്കുകയാണെങ്കിൽ there is a balance between the downward pulling force of gravity and the upward force of pressure. റൈറ്റ്? അതായത് സ്റ്റാറിന്റെ കോറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഇതിന്റെ ഹീറ്റ് കാരണമുള്ള പ്രഷർ ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗ്രാവിറ്റി കാരണമുള്ള ഇൻവേർട്ട് പുള്ളും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു സ്റ്റാർ ഇമാജിൻ ചെയ്യണം. ജസ്റ്റ് ഇമാജിൻ എ സ്റ്റാർ, റൈറ്റ്, where the pressure in the outer layers exceeds the force of gravity. ഔട്ടർ ലെയേഴ്സിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എക്സീഡ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഔട്ടർ ലെയേഴ്സ് വുഡ് ബിഗിൻ ടു എക്സ്പാൻഡ്. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള കാരണം പ്രഷർ ഗ്രാവിറ്റിയെക്കാളും കൂടുതലാണെങ്കിൽ ഔട്ടർ ലെയേഴ്സ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ ഔട്ടർ ലെയേഴ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ആ എക്സ്പാൻഷൻ ഒരു പോയിന്റ് എത്തിയിട്ട് നിൽക്കില്ല. റൈറ്റ്? ഇതിന്റെ ഇനേർഷ്യ കാരണം അത് ഇതിന്റെ ഈക്വിലിബ്രിയം പോയിന്റിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ഈക്വിലിബ്രിയം പോയിന്റിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് വരിക. ഗ്രാവിറ്റി അല്ലെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് ഈ പ്രഷറിനെ ഓവർകം ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കോൺട്രാക്ട് അഗെയിൻ. റൈറ്റ്? തിരിച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോഴും വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കണമെന്നില്ല, നിൽക്കില്ല, ബിക്കോസ് ഓഫ് ഇനേർഷ്യ. നമ്മൾ സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത് നോക്കുന്ന പോലെ. റൈറ്റ്? നമ്മൾ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈക്വിലിബ്രിയം പോയിന്റിൽ എത്തിയിട്ട് അത് നിൽക്കില്ല. ഇറ്റ് വിൽ ഓവർഷൂട്ട് ഇറ്റ് ആൻഡ് ദെൻ കം ബാക്ക്. റൈറ്റ്? അങ്ങനെയാണ് ഓസിലേഷൻ നടക്കുന്നത്. ഓക്കെ, സോ as the star expands, its gravity will naturally fall, but the pressure force will fall at a faster rate. Okay, pressure force കുറയും, കാരണം പ്രഷർ എന്ന് പറയുന്നത് ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അല്ലേ? ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷർ. So when the area increases, the pressure drops. Okay? Then a time would come when the star will have expanded to a larger size, where once again hydrostatic equilibrium would reign. അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് ഈക്വിലിബ്രിയം എന്നുള്ള പോയിന്റ് വരെ അത് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എക്സ്പാൻഷൻ നിൽക്കില്ല. But this does not necessarily mean that the star would stop expanding at this point. The inertia of the outward moving outer layers will carry the expansion past the balance point. Equilibrium point kadannum it expand ചെയ്യും. Okay? And by the time gravity will have brought everything to a stop, the pressure would now be too small to balance the gravity, and so the outer layers would begin to fall inward. Okay, ഞാൻ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. At this point, gravity will rise again, but less than the pressure will
the outer layers will fall past the balance point. All right, outer layers the balance point ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും. Okay, because it just cannot stop. Okay, so this would keep on going. All right, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പൾസേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതായത് you can think of a pulsating star. നമ്മൾ സിമ്പിൾ പെൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രിംഗ് വിത്ത് എ ഹെവി വെയിറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. Okay, you can imagine like that. If you pull down on the weight and then let it go, the spring will oscillate around the point at which the tension in the spring and the force of gravity are in balance. ഇതാണ് equilibrium point. After a while, however, friction in the spring will dampen. പക്ഷേ ഈ നമ്മൾ സ്പ്രിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ പെൻഡിൽ എടുക്കുകയാണെങ്കിലും എയർ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ ഇറ്റ് ഡാംപ്സ്. Alright, അതായത് ഇതിന്റെ പീരിയഡ് അല്ല, ഇതിന്റെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. പക്ഷേ ഈ പൾസേറ്റിംഗ് സ്റ്റാറിൽ ഈ പൾസേഷൻസ് ഇല്ലാതാവുന്നില്ല. Right, we don't see these pulsations dying out. These pulsations do not die out. Okay, all right. So now we need to understand why this happens, why this does not happen. അതായത് സാധാരണ നമ്മൾ സിമ്പിൾ പെൻഡിലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു പുഷ് കൊടുത്താൽ മതി. Right, we need to give a push, or we need to give an external. You need to drive it a little bit. You have to give some external force. Okay, in the pulsating star, where does this come from? This extra push, where does this come from? All right, അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആർത്തർ എഡിങ്ടൺ, ബ്രിട്ടീഷ് ആസ്ട്രോണമർ ആയിട്ടുള്ള ആർത്തർ എഡിങ്ടൺ ആണ്. അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ് a star pulsated because its opacity increases more when the gas is compressed than when it is expanded. അതായത് ഒപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് ഈ പൾസേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആർത്തർ എഡിങ്ടൺ മുന്നോട്ട് വെച്ച ഐഡിയ. അപ്പോൾ ഈ ഐഡിയ എങ്ങനെയാണ്? ഇതിന്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതായത് കംപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒപ്പാസിറ്റി കൂടുതലാണ്. കംപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒപ്പാസിറ്റി കൂടുതലാണ്. എന്നിട്ട് ഒപ്പാസിറ്റി കൂടുതലാണെങ്കിൽ എന്താണ്? ഇത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഹീറ്റഡ് അപ്പ് ആവും. ഹീറ്റഡ് അപ്പ് ആകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യും. ഓൾറൈറ്റ്, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിന് ഒപ്പാസിറ്റി കുറയും. സോ ഹീറ്റ് വിൽ എസ്കേപ്പ്. സോ ഇറ്റ് കൂൾസ് ഡൗൺ, ഓർ ദ പ്രഷർ decreases and then it drops inward. ഇതാണ് ഇതിന്റെ ബേസിക് മെക്കാനിസം ആയിട്ട് ആർത്തർ എഡിങ്ടൺ ഐഡന്റിഫൈ ചെയ്തത്. Alright, now this was improved upon in 1960 by an American astronomer. Okay, so he said that helium holds the key to Cepheid's pulsation. Pulsation കാരണം ഹീലിയം ആണെന്നാണ് പറയുന്നത്. Okay, ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. When a star contracts, നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, when a star contracts, the gas beneath its surface gets hotter. The gas beneath its surface gets hotter, but the extra heat does not raise the temperature. The extra heat does not raise the temperature. Instead, it ionizes the helium. ഈ എക്സ്ട്രാ ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടുകയല്ല ചെയ്യുന്നത്, പകരം ഹീലിയത്തെ അയണൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അയണൈസ്ഡ് ഹീലിയമാണ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അയണൈസ്ഡ് ആയിട്ടുള്ള ഹീലിയമാണ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം അയോൺസ് ചാർജ്ഡ് ആണ്, സോ ഇറ്റ് ക്യാൻ അബ്സോർബ് റേഡിയേഷൻ. ഈ അയണൈസ്ഡ് ഹീലിയം അബ്സോർബ് ചെയ്ത് ഹീലിയം അയണൈസ്ഡ് ആകുന്ന പറഞ്ഞാൽ ഒപ്പാക്ക് ആകുന്ന അർത്ഥം. അതായത് ഇത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ഒപ്പാക്ക്. Alright, so it becomes more opaque and absorbs the radiant energy flowing outward through it towards the surface. Okay, this trapped heat makes the star expand. Alright, അപ്പോൾ ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നുണ്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. Alright, അപ്പോൾ ഇതാണ് ഈ പുഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അയണൈസ്ഡ് ഹീലിയം ഹീറ്റ് അബ്സോർബ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഈ പുഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, so as the star expands, electrons and helium ions recombine. കാരണം കൂൾഡ് ആണോ, അല്ലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂൾഡ് ആണോ, ഹീലിയം അയോൺസും ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്ത് വീണ്ടും ആറ്റം ആവും. Then radiation can pass. So radiation becomes transparent. Now the star becomes more transparent, or opacity falls, so the stored energy escapes. Now it has cooled down, the pressure decreases, so it has to contract. Alright, so this happens continuously. So for a star to be susceptible to pulsations, it must have a layer beneath its surface in which the helium is partially ionized. Alright, so this is the key part. There should be a layer in which helium is partially ionized. Okay, now the existence of such a layer will depend not only on the size and mass of a star, but also on its surface temperature, which in most cases will be in the range of 5000 to 8000 Kelvin. അതായത് ഈ ഹീലിയം ലെയർ ഈ രീതിയിൽ എല്ലാ സ്റ്റാർസിലും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള പൾസേഷൻസ് കാണാൻ കഴിയുള്ളൂ. സോ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ HR ഡയഗ്രത്തിൽ ടെമ്പറേച്ചറിന്റെ ഈ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ
Right? So there's a region on the HR diagram where such an area exists, and it is the location of the pulsating stars. All right? It is called the instability strip. Right? This is called the instability strip. All right? അപ്പോൾ ഈ ഇൻസ്റ്റബിലിറ്റി സ്ട്രിപ്പിന്റെ ഉള്ളിലാണ് സെഫീഡ് വേരിയബിൾസും ലെയർ സ്റ്റാർസും നമ്മൾ കാണുന്നത്. റൈറ്റ്? നമ്മൾ കുറച്ച് മുമ്പ് ഇതിന്റെ HR ഡയഗ്രം കണ്ടിട്ടുണ്ടായിരുന്നു. HR ഡയഗ്രത്തിൽ ആ ഇൻസ്റ്റബിലിറ്റി സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള ഈ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള റീജിയൻ ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ സമ്മറി കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? പ്രഷറും ഗ്രാവിറ്റിയും തമ്മിലുള്ള ഇന്റർപ്ലേ കാരണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മളൊരു അഡീഷണൽ കാര്യം കണ്ടത് ഈ പ്രഷറിലുള്ള വേരിയേഷന് കാരണമാകുന്നത് അയണൈസ്ഡ് ഹീലിയം ആണ്. ഈ അയണൈസ്ഡ് ഹീലിയം അല്ലെങ്കിൽ ഹീലിയം ലെയർ ഉള്ള സ്റ്റാർസ് 5000 ടു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിലുള്ളതാണ്. ആ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള സ്ട്രിപ്പിനെയാണ് നമ്മൾ ഇൻസ്റ്റബിലിറ്റി സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയർ സ്റ്റാർസും അതുപോലെ സെഫീഡ് വേരിയബിൾസും ഈ ഇൻസ്റ്റബിലിറ്റി സ്ട്രിപ്പിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പൾസേറ്റിംഗ് സ്റ്റാറിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് സെഫീഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ സെഫി എന്നുള്ളതാണ് അത്തരം ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത സ്റ്റാർ. അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത് 5.5 ഡേയ്സ് ആണ്. 5.5 ഡേയ്സ്. ഈ 5.5 ഡേയ്സിന്റെ ഉള്ളിൽ ഇതിന്റെ ലൂമിനോസിറ്റി ഒരു മിനിമം വാല്യൂ നിന്ന് ഇൻക്രീസ് ചെയ്ത് വീണ്ടും ഒരു മാക്സിമത്തിലെത്തി വീണ്ടും ഡിക്രീസ് ചെയ്ത് അതിന്റെ മിനിമം വാല്യൂയിലേക്ക് തന്നെ എത്തിച്ചേർന്നതായിട്ട് കാണാൻ കഴിയും. ഓൾറൈറ്റ്? സോ 5.5 ഡേയ്സിലാണ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ലൂമിനോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അതേ ട്രെൻഡിൽ തന്നെയാണ് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ലൂമിനോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് ലൂമിനോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ലൂമിനോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഫൈൻ. ഇനി നമ്മൾ സൈസും ആയിട്ട് വെച്ച് നോക്കും. നമ്മൾ കാണുന്നത് മാക്സിമം ടെമ്പറേച്ചർ മാക്സിമം ലൂമിനോസിറ്റി വരുന്നത് മിനിമം സൈസിലാണ് ഏകദേശം. സൈസ് ചെറുതായിരിക്കുന്ന സമയത്താണ് ടെമ്പറേച്ചറും ലൂമിനോസിറ്റിയും ടെമ്പറേച്ചറും കൂടുകയായിരിക്കുന്നത്. നമുക്കറിയാം സൈസ് ചെറുതാകുന്ന സമയത്താണ് ഇത് ഒപ്പാക്ക് ആവുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ടെമ്പറേച്ചറും ലൂമിനോസിറ്റിയും കൂടിയിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. റൈറ്റ്? അപ്പോൾ ലൂമിനോസിറ്റി എന്ന് പറയുന്നത് T⁴ ഡിപെൻഡൻസ് ആണ്. അതേസമയം റേഡിയസിലുള്ള ഡിപെൻഡൻസ് R² ഡിപെൻഡൻസ് മാത്രമാണ്. സോ you see that these are related like this. Okay, so luminosity and temperature have a maximum value when its size has a minimum value and vice versa. Right? Its size is at a maximum when its luminosity and temperature are at a minimum. ഇത് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. സെഫീഡ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. റൈറ്റ്? they can be seen at extreme distances, perhaps as great as a few million parsec. This is because they are very luminous with a range from a few hundred to a few tens of thousands of solar luminosity. പക്ഷെ ഇത് വേരിയേഷൻ വരുന്നുണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പീരിയഡ് ലൂമിനോസിറ്റി റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ ഈ ബ്രൈറ്റ്നസിന്റെ വേരിയേഷൻ പീരിയഡിൽ നിന്ന് നമുക്ക് ലൂമിനോസിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, ലൂമിനോസിറ്റി മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യാവുന്ന കാര്യമാണ്. ബ്രൈറ്റ്നസും ലൂമിനോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഓൾറൈറ്റ്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് സ്റ്റാർസ്. ഓക്കെ, നമ്മൾ സെഫീഡ് വേരിയബിൾസിന്റെ ലൂമിനോസിറ്റി വേഴ്സസ് പീരിയഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റിലേഷൻ ആണ്. ഈ രീതിയിലുള്ള ഒരു ലൈൻ ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് തരം സെഫീഡ്സ് ഉണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ 1 സ്റ്റാർസ് ആണ്. ദീസ് ആർ മെറ്റൽ റിച്ച്. അത് താരതമ്യേന യങ്ങർ ആയിട്ടുള്ള സ്റ്റാർസ് ആണ്. ദീസ് ആർ മെറ്റൽ റിച്ച് ആൻഡ് these don't have much metals. അപ്പോൾ ഇതിന്റെ ലൂമിനോസിറ്റി പീരിയഡ് റിലേഷൻഷിപ്പ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ലൂമിനോസിറ്റി പീരിയഡ് റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പീരിയഡ് മെഷർ ചെയ്യുന്നതിലൂടെ, ഓക്കെ, സ്റ്റാറിന്റെ പീരിയഡ് മെഷർ ചെയ്യുന്നതിലൂടെ അതിന്റെ ലൂമിനോസിറ്റി, അതിന്റെ എക്സാക്ട് ലൂമിനോസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്? അതിന്റെ പീരിയഡ് ഉദാഹരണത്തിന് 30 days ആണ് അതിന്റെ പീരിയഡ് എങ്കിൽ, റൈറ്റ്, ഫ്രം there you find the luminosity. Once you know the luminosity you can find the brightness. Once you know the luminosity, by measuring brightness we can find the distance. Okay, ടെമ്പറേച്ചർ ആൻഡ് മാസ്. അപ്പൊ ഈ പീരിയഡ് ലൂമിനോസിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ പീരിയഡ് ലൂമിനോസിറ്റി റിലേഷൻഷിപ്പ് വരുന്നതിന്റെ കാരണം ആക്ച്വലി മാസ് ലൂമിനോസിറ്റി റിലേഷൻ ആണ്. കൂടുതൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് ആണ് കൂടുതൽ ലൂമിനസ് ആയിട്ടുള്ളത്. നമുക്ക് ഈ HR ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മാസ് ഈ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, മോർ മാസീവ് സ്റ്റാർസ് ആർ മോർ ലൂമിനസ്. റൈറ്റ്? പക്ഷെ ഈ മാസീവ് സ്റ്റാർസിന്റെ ലേറ്റർ സ്റ്റേജസിലുള്ള അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. കോർ ഹീലിയം ബേണിംഗ് സ്റ്റാർട്ട് ചെയ്ത അവസ്ഥയാണ്. അതായത് അതിന്റെ കോറിൽ ഹൈഡ്രജൻ മുഴുവൻ ഹീലിയം ആയിട്ട് മാറി ഹൈഡ്രജൻ ഷെല്ല് ന്യൂക്ലിയർ ഫ്യൂഷൻ ട്രിഗർ ചെയ്തു. റൈറ്റ്? അറ്റ് സം പോയിന്റ് ദ കോർ ഹീലിയം ബേണിംഗ് ഹാപ്പൻസ്. അതായത് ഹീലിയം ആറ്റംസ് തമ്മിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് കോർ ഹീലിയം ബേണിംഗ് എന്ന് പറയുന്നത്. ഈ കോർ ഹീലിയം ബേണിംഗിന്റെ സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ
ഓക്കെ, ആ സ്റ്റേജിൽ മാസീവ് സ്റ്റാർസ് ആർ ഓൾസോ ലാർജർ ഇൻ സൈസ്. ഓക്കെ, അതുപോലെ അതിന്റെ ഡെൻസിറ്റി, ഈ കോർ ഹീലിയം ബേണിങ്ങിന്റെ സമയത്തുള്ള ഡെൻസിറ്റി കുറവാണ്. ഈ ഡെൻസിറ്റി കുറവാകുന്ന സമയത്ത് ഡെൻസിറ്റിയും പീരിയഡും തമ്മിൽ ബന്ധമുണ്ട്. കാരണം നമുക്കറിയാം ഇതിന്റെ ഗ്രാവിറ്റേഷണൽ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, സോ ദ റിലേഷൻ സേസ് ദാറ്റ് the period with which a star pulsates is larger for lower densities. Okay, lower densities ആണെങ്കിൽ periods larger ആണ്. Lower densities ആണെങ്കിൽ period അതിന്റെ എന്താണ് പീരിയഡ് ലാർജർ ആണ്, പൾസേഷന്റെ പീരിയഡ്സ് ലാർജർ ആണ്. അപ്പൊ ലോവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹയർ മാസ് സ്റ്റാർസ് ആണ്. കോർ ഹീലിയം ബേണിംഗിന്റെ സ്റ്റേജിൽ ഹയർ മാസ് സ്റ്റാർസിനാണ് ലോവർ ഡെൻസിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് ഹയർ മാസ് സ്റ്റാർസിന് പീരിയഡ് കുറവായിരിക്കും. അല്ല, പീരിയഡ് കൂടുതലായിരിക്കും. ഹയർ മാസ് സ്റ്റാർസിന് പീരിയഡ് കൂടുതലായിരിക്കും. പക്ഷെ ഹയർ മാസ് സ്റ്റാർസ് കൂടുതൽ ലൂമിനസും ആണ്. അതുകൊണ്ട് ഹയർ മാസ് സ്റ്റാർസ് എന്ന് പറയുന്നതിന്റെ പീരിയഡും കൂടുതലായിരിക്കും, അതിന്റെ ലൂമിനോസിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ ആക്ച്വലി മാസ് വഴിയാണ് ഈ പീരിയഡും ലൂമിനോസിറ്റിയും ബന്ധപ്പെട്ടിരിക്കുന്നത്. So the massive pulsating stars have greater luminosities and longer periods. So this is the root of the period luminosity relationship. Okay. അതായത് കൂടുതൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് നമ്മൾ എടുക്കുകയാണ്. കൂടുതൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർസിന്റെ ഇവല്യൂഷണറി ട്രാക്സ് എടുക്കുകയാണെങ്കിൽ ദേ എൻഡ് അപ്പ് മോർ ലൂമിനസ്. ദേ എൻഡ് അപ്പ് മോർ ലൂമിനസ്. അതുപോലെ ഡെൻസിറ്റിയുടെ ഈ ഇത് കാരണം കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസ് ദേ ഓൾസോ എൻഡ് അപ്പ് വിത്ത് ലാർജ് പീരിയഡ്സ് ഓഫ് പൾസേഷൻ. സോ ദേ ഓൾസോ എൻഡ് അപ്പ് വിത്ത് ലാർജ് പീരിയഡ്സ് ഓഫ് പൾസേഷൻ. സോ ദിസ് ഇസ് ദ റീസൺ ഫോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൂമിനോസിറ്റി ആൻഡ് പീരിയഡ്. ഓക്കെ, പൾസേഷൻ നടക്കണമെങ്കിൽ ചില പെർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം നമ്മൾ കണ്ടു. ഹീലിയം അയണൈസേഷൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കണം. ഇതാണ് ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹീലിയം അയണൈസേഷൻ ആണ് ആക്ച്വലി പൾസേഷനെ നിലനിർത്തിക്കൊണ്ടുവന്നതിന് കാരണമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതിൽ ചില കണ്ടീഷൻസ് ഒത്തുവരണം. സോ സം കണ്ടീഷൻസ് ഹാവ് ടു ബി കറക്റ്റ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച്.